എല്ലാ പ്രിയപ്പെട്ടവർക്കും പീസ് ലവേഴ്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്റെ മരണസമയം അടുത്തു വരുന്തോറും അവൻ വളരെ ചിന്താകുലനും അസ്വസ്ഥനുമായി മാറി. തന്നോട് ആരും സംസാരിക്കുന്നതിന് പോലും അവൻ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവന്റെ വീട്ടുകാർ ഗവർണർക്ക് ദയാഹർജി നൽകിയിരുന്നു. ദയാഹർജി സ്വീകരിച്ച ഗവർണർ അവനോട് മനസ്സലിഞ്ഞ് അവന്റെ മോചനത്തിനുള്ള കൽപ്പന എഴുതി നേരിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുവാനായി ജയിലിലെത്തി. പക്ഷേ തടവുകാരൻ ഗവർണറെ കാണുവാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, തന്നെ ഉപദേശിക്കുവാൻ വന്ന ആളെന്ന് കരുതി അദ്ദേഹത്തെ അപമാനിച്ചു. ഗവർണർ ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ജയിൽ വാർഡൻ വന്ന് തടവുകാരനോട്, ഗവർണർ വന്നിട്ട് നിന്നോട് എന്തു പറഞ്ഞു? നിനക്ക് മോചനം തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, അത് ഗവർണർ ആയിരുന്നോ? ഞാനത് അറിഞ്ഞില്ല. തടവുകാരൻ മാറത്തടിച്ചു. ഒടുവിൽ തന്നെ തൂക്കിലേറ്റുവാൻ കൊണ്ടുപോകുമ്പോൾ തടവുകാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ എന്റെ മരണകാരണം കൊലക്കുറ്റമല്ല, ഗവർണർ അനുവദിച്ച മോചനം ഞാൻ നിഷേധിച്ചതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയാണ്. എന്നാൽ നാം അത് മനസ്സിലാക്കാതെ അത് നിഷേധിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ നിത്യജീവനാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം.